കോൺസെപ്റ്റ് എന്ന് പറയുന്ന ഭാഗത്തിൻ്റെ ശരിക്കുള്ള അതിൻ്റെ ഡെഫിനിഷൻ എന്താണ് അവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്, അതിനെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം മോൾ കോൺസെപ്റ്റ് എന്താണെന്നുള്ളത് പറയുന്നതിൻ്റെ മുന്നേ നമുക്ക് ഈ സംഭവം കെമിസ്ട്രീൻ്റെ ബേസിക്കാണ് ഇതെല്ലാം. അപ്പോൾ ഈ മോൾ എന്ന് പറഞ്ഞ സംഭവം ഇനി നിങ്ങൾ എത്ര കാലം സയൻസ് പഠിക്കുന്നുണ്ടോ അപ്പോഴൊക്കെ ആവശ്യമുള്ള സാധനങ്ങളാണിത്. നമ്മളുടെ കെമിസ്ട്രീൻ്റെ ABCD എന്ന് പറയാം. ഓക്കെ, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്, എല്ലാവരും നല്ലോണം മനസ്സിലാക്കുക എന്താണെന്നുള്ളത്. അപ്പം നമ്മൾ സാധാരണ നമ്മളുടെ ഡെയിലി ലൈഫിൽ പല സാധനങ്ങളും കൗണ്ട് ചെയ്യുന്നുണ്ട് അല്ലേ, എണ്ണുന്നുണ്ട്. ഒരു ക്ലാസ്സിലത്തെ കുട്ടികളുടെ എണ്ണം, മാർക്ക് ഇത്ര കിട്ടിയ കുട്ടികളുടെ എണ്ണം, അങ്ങനെയൊക്കെ നമുക്ക് കൗണ്ട് ചെയ്തെടുക്കാൻ സാധിക്കുന്നതുണ്ട്. അതിന് കൗണ്ടബിൾ എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത് അല്ലേ. പിന്നെ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു കെമിസ്ട്രിയിൽ മാറ്റർ എന്ന് പറഞ്ഞ സംഭവം എന്താണെന്നുള്ളത്. അപ്പം ഏതൊരു സംഭവം അതിനൊരു മാസോ അതിനൊരു എനിത്തിങ് ദാറ്റ് ഹാസ് മാസ് ആൻഡ് ഓക്യുപ്പൈ സ്പേസ് ഇസ് നോൺ ആസ് മാറ്റർ എന്ന് പറയും. നമ്മുടെ ചുറ്റുപാടുള്ള എല്ലാ സംഭവങ്ങളും മാറ്ററിൻ്റെ 3 ഫോംസിലാണ് കാണുന്നത്, സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് എന്നൊക്കെ അല്ലേ. അതിൽ ഈ 3 ഫോംസ് ഓഫ് മാറ്റർ അല്ലെങ്കിൽ സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററും ഫോം ചെയ്തിട്ടുള്ള എന്തുകൊണ്ടാണ്? വളരെ ചെറിയ പാർട്ടിക്കിൾസ് കൊണ്ടാണ്. ആ ചെറിയ പാർട്ടിക്കിൾസ് നമ്മൾ എന്ത് പേര് വിളിച്ചിരുന്നത്? ആറ്റംസോ മോളിക്യൂൾസോ എന്നൊക്കെ. അപ്പം അടുത്ത ചോദ്യം, എങ്ങനെയാണ് നമ്മൾ ഈ ആറ്റംസിനെയും മോളിക്യൂൾസിനെയും കൗണ്ട് ചെയ്യുക? നമ്മൾ ക്ലാസ്സിലത്തെ കുട്ടികൾ എണ്ണുന്ന പോലെ 1 2 3 4 അങ്ങനെ ഓരോന്നെടുത്ത് എണ്ണി വെക്കാൻ പറ്റുമോ? അല്ലേ, ഒരിക്കലും സാധിക്കില്ല. ഇപ്പം ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കോമൺ ആയിട്ടുള്ള കൗണ്ടിങ് ആണ്. 12 എണ്ണം വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെന്ത് പറയും? ഒരു ഡസൻ എന്ന് പറയും. അതേപോലെ തന്നെ 144 എണ്ണം വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ ഒരു ഗ്രോസ് എന്നാണ് പറയുക. അപ്പോൾ ഇങ്ങനെയൊക്കെ പല യൂണിറ്റ്സൊക്കെ ഉണ്ട്. പക്ഷേ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ഒരു മോളിക്യൂളിൻ്റെ എണ്ണോ ആറ്റത്തിൻ്റെ എണ്ണോ കണ്ടുപിടിക്കാൻ പറ്റുമോ ഒരു ഒബ്ജക്റ്റിൻ്റെ? ഇല്ല അല്ലേ, ഒരിക്കലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പം എക്സ്ട്രീംലി സ്മോൾ പാർട്ടിക്കിൾസിനെ കൗണ്ട് ചെയ്യാൻ നമ്മളുടെ ഈ ഒരു കൗണ്ടിങ് സിസ്റ്റം മതിയാവില്ല അല്ലേ, നമുക്ക് മതിയാവുന്നില്ല. അപ്പം എങ്ങനെയാണ് നമ്മൾ ഈ വളരെ മൈന്യൂട്ടായിട്ടുള്ള പാർട്ടിക്കിൾസിനെ ശരിക്കും അതിൻ്റെ എണ്ണം കണ്ടുപിടിക്കുക? അതിന് വേണ്ടിയിട്ടുള്ള ആണ് നമ്മൾ അടുത്ത ഭാഗത്ത് പഠിക്കാൻ പോകുന്നത്. അതിന് ഞാനിവിടെ ഒരു ഡയഗ്രം കാണിക്കാം അല്ലേ. ഇതാണ് നമ്മളുടെ വാട്ടർ മോളിക്യൂൾ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇതിനെ വാട്ടർ മോളിക്യൂൾ എന്ന് പറയുന്നത്? നമുക്കറിയാം ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് 2 ഹൈഡ്രജനും 1 ഓക്സിജനും കൂടി ചേർന്നിട്ടാണ് അല്ലേ. H2O എന്ന് പറയുന്നത് ഇത് ഒരെണ്ണത്തിൻ്റെയാണ്. ഇങ്ങനത്തെ എത്രയോ വാട്ടർ മോളിക്യൂൾസ് ഇതിൻ്റെ അകത്തുണ്ടാവും അല്ലേ. അടുത്ത ചിത്രം നമുക്ക് നോക്കാം. ഇങ്ങനെ ആയിരിക്കും അതിൻ്റെ അകത്തുള്ള വാട്ടർ മോളിക്യൂൾസ് ഉണ്ടാവുക. അപ്പോൾ ഈ വലിയ ബോൾ നിങ്ങൾ കാണുന്നില്ലേ, അതാണ് ഓക്സിജൻ. ആ 2 ഭാഗത്തും കാണുന്ന ഈ ചെറിയ ചെറിയ ബോൾസ് ഇല്ലേ, അതാണ് എന്ത്? ഹൈഡ്രജൻ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ 2 ഹൈഡ്രജനും 1 ഓക്സിജനും കൂടി ചേർന്നിട്ടാണ് എന്തുണ്ടാവുന്നത്? ഒരു ഓക്സിജൻ്റെ ഒരു ഇതും കൂടി ചേർന്നാണ് വാട്ടർ മോളിക്യൂൾ ഉണ്ടാവുന്നത്. അപ്പം ഇങ്ങനത്തെ എത്രയോ വാട്ടർ മോളിക്യൂൾസ് ഒരു ഡ്രോപ്ലെറ്റിലുണ്ടാവും. നമ്മളൊരു ജസ്റ്റ് ഒരു തുള്ളിൻ്റെ കാര്യമാണ് പറയുന്നത് അല്ലേ. അപ്പം വലിയൊരു വാട്ടർ ബോഡി ആണെങ്കിൽ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റില്ല. അപ്പം ഒരു സിംഗിൾ വാട്ടർ ഡ്രോപ്ലെറ്റിൻ്റെ അകത്ത് പറയപ്പെടുന്നത് എന്താ വെച്ചാൽ അതിനകത്ത് 10⁻19 വാട്ടർ മോളിക്യൂൾസ് ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഈ 10⁻19 വാട്ടർ മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ എന്താ? 1ഉം 19 പൂജ്യവും അത്ര എണ്ണം ഈ ചെറിയൊരു വാട്ടർ ഡ്രോപ്ലെറ്റിൻ്റെ അകത്ത് കാണുമെന്നാണ് പറയുന്നത്. ഈ ചെറിയൊരു വാട്ടർ ഡ്രോപ്ലെറ്റ്സിൻ്റെ അകത്ത് 10⁻19 വാട്ടർ മോളിക്യൂൾസ് ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഏകദേശം തന്നെ ഇമാജിൻ ചെയ്യാൻ പറ്റും അല്ലേ, 1ഉം 19 പൂജ്യം എന്ന് പറഞ്ഞാൽ അത് എത്ര വലിയ സംഖ്യയാണെന്നുള്ളത്. അപ്പോൾ ഇതെങ്ങനെ കണ്ടുപിടിച്ചാൽ അതിന് പല കെമിസ്ട്രിയിലത്തെ പല രീതികളുണ്ട്. അത് വെച്ചിട്ടാണ് ഈ കറക്റ്റ് എക്സാക്റ്റ് ആയിട്ടുള്ള എണ്ണം കണ്ടുപിടിക്കാൻ സാധിച്ചത്. ഓക്കെ, ഇനി ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, എ സിംഗിൾ ഡ്രോപ്പ് ഓഫ് വാട്ടർ കണ്ടെയ്ൻസ് അപ്രോക്സിമേറ്റ് എത്ര ഉണ്ടാവും? അതും അപ്രോക്സിമേറ്റ് ആണ്, കറക്റ്റ് കണക്കല്ല. 10⁻19 വാട്ടർ മോളിക്യൂൾസ് ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അപ്പം ഇത്തരം വലിയ സംഖ്യകളെ കാണിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു യൂണിറ്റാണ്. ഇപ്പം ഡിസ്റ്റൻസിൻ്റെ കിലോമീറ്റർ മീറ്ററൊക്കെ പോലെ തന്നെ ഒരു യൂണിറ്റാണ് എന്ത്? മോൾ എന്ന് പറയുന്നത്. അപ്പം മോൾ ഇസ് ദ യൂണിറ്റ് യൂസ് ടു ഇൻഡിക്കേറ്റ് സച്ച് ലാർജ് നമ്പേഴ്സ്. വളരെ ചെറുതും വളരെ എണ്ണം കൂടിയതായിട്ടുള്ള സാധനങ്ങളെ കാണിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റാണ് എന്ത്? മോൾ എന്ന് പറയുന്നത്. ഓക്കെ, ചെറുതായിട്ടുള്ള ആറ്റംസോ മോളിക്യൂൾസ് ചെറുതാണ്, പക്ഷേ എണ്ണം വളരെ കൂടുതലാണ്. അങ്ങനെയുള്ള സാധനങ്ങളെ നമ്മൾ അളക്കാൻ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിൻ്റെ മെഷർ പറയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന യൂണിറ്റാണ് എന്ത്? മോൾ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി ഇത് കണ്ടുപിടിച്ച സയൻറ്റിസ്റ്റ് ഉണ്ട്. ആ സയൻറ്റിസ്റ്റാണ് നമ്മൾ അമേഡിയോ അവഗാഡ്രോ എന്ന് പറയുന്നത്. അപ്പം അവഗാഡ്രോ കണ്ടുപിടിച്ചെന്താ വെച്ചാൽ ഒരു മോൾ എന്ന് പറയുന്നത് എന്തൊരു സബ്സ്റ്റൻസ് എടുത്തു കഴിഞ്ഞാലും
1 മോൾ ഓക്സിജൻ, 1 മോൾ ഹൈഡ്രജൻ, 1 മോൾ വാട്ടർ ഒക്കെ എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ അകത്ത് അവഗാഡ്രോ നമ്പർ എന്ന് പറയുന്ന ഈ ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ 6.022 ഇൻറ്റു 10⁻23 ഇത്രയും പാർട്ടിക്കിൾസ് ഉണ്ടാവുന്നതാണ്. അപ്പം ഹൈഡ്രജനൊക്കെ, കാർബൺ, അതൊക്കെ ആറ്റംസ് ആണ് വരുന്നത്. വാട്ടർ ആണെങ്കിൽ മോളിക്യൂൾസ്, കാർബൺ ഡൈ ഓക്സൈഡ് ആണെങ്കിൽ അതിൻ്റെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മോളിക്യൂൾസ് അതിനകത്ത് കാണുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു മോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് എത്ര ആറ്റംസോ മോളിക്യൂൾസോ അയോൺസ് ഉണ്ടാവും, അവഗാഡ്രോ നമ്പർ. ആ അവഗാഡ്രോ നമ്പർ എത്രയാണ്? 6.022 ഇൻറ്റു 10⁻23 എണ്ണം ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പം ഇതിന് ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്. കോൺസ്റ്റൻറ്റ് വാല്യൂവിനെ വിളിക്കുന്ന പേര് അവഗാഡ്രോ നമ്പർ. അതിൻ്റെ സിമ്പിൾ NA എന്നാണ് പറയുന്നത്. അത് അമേഡിയോ അവഗാഡ്രോ എന്ന് പറയുന്ന ഇറ്റാലിയൻ സയൻറ്റിസ്റ്റിനെ ഓണർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിന് യൂണിറ്റിന് അങ്ങനെ ഒരു പേര് കൊടുത്തത്. അപ്പോൾ ഓർമ്മിച്ച് വെക്കാം. 1 മോൾ ഓക്സിജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മോൾ ഓക്സിജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് എത്ര ഓക്സിജൻ മോളിക്യൂൾസ് ഉണ്ടാവും? അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ടാവും. ഓക്കെ. ഇപ്പോൾ 1 മോൾ വാട്ടർ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്തും അവഗാഡ്രോ നമ്പർ ഓഫ് വാട്ടർ മോളിക്യൂൾസ് ഉണ്ടാവും. ഓക്കെ. ഇനി ചില ഇത് നിങ്ങൾക്ക് ഡൗട്ട്സ് വരാൻ സാധ്യതയുള്ള പാർട്ടാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് നോക്കാം. അപ്പം എല്ലാത്തിനും ഒരു SI യൂണിറ്റ് ഉണ്ട് അല്ലേ? ഡിസ്റ്റൻസിൻ്റെ SI യൂണിറ്റ് നമ്മൾ കിലോമീറ്റർ അങ്ങനത്തെയൊക്കെയാണ് എടുക്കുന്നത്. ഡിസ്റ്റൻസിന് കിലോമീറ്റർ, ലെങ്ത്തിൻ്റെ മീറ്റർ, അങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത്. അതേപോലെ തന്നെ ഒരു മാറ്ററിൻ്റെ അകത്തുള്ള അതിൻ്റെ ആറ്റംസോ മോളിക്യൂൾസോ അയോൺസോ അതിൻ്റെ ക്വാണ്ടിറ്റീനെ അറിയാൻ വേണ്ടിയിട്ടുള്ള SI യൂണിറ്റാണ് എന്ത്? ഒരു മോൾ എന്ന് പറയുന്നത്. അപ്പം അതെന്താ റെപ്രസെൻ്റ് ചെയ്യുന്നത്? ഒരു സബ്സ്റ്റൻസിനകത്തുള്ള പാർട്ടിക്കിൾസിൻ്റെ എണ്ണം. ആ പാർട്ടിക്കിൾസ് എന്തൊക്കെയാവാം? ആറ്റംസ് ആവാം, മോളിക്യൂൾസ് ആവാം, അയോൺസ് ആവും. അങ്ങനെയുള്ള പാർട്ടിക്കിൾസിൻ്റെ എണ്ണം നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന എന്ത് വെച്ചിട്ടാണ്? മോൾ എന്ന് പറയുന്ന യൂണിറ്റ് വെച്ചിട്ടാണ്. ഓക്കെ. ഇനി ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു 1 മോൾ ഓഫ് വാട്ടർ പറഞ്ഞാൽ എത്ര വാട്ടർ മോളിക്യൂൾസ് ഉണ്ടാവും? അവഗാഡ്രോ നമ്പർ ഓഫ് വാട്ടർ മോളിക്യൂൾസ് ഉണ്ടാവും. അതായത് 6.022 ഇൻറ്റു 10⁻23 വാട്ടർ മോളിക്യൂൾസ് ഉണ്ടാവും. ഇനി വേറൊന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പം ഇത് ആരെ കമ്പയർ ചെയ്തിട്ടാണ് ഇത്രയും മോളിക്യൂൾസ് അതിൻ്റെ അകത്ത് ഉണ്ടെന്ന് കണ്ടുപിടിച്ചതെന്നുള്ളൊരു ചോദ്യമൊക്കെ അവിടെ വരും. അതിന് മുന്നേ ഈ എന്താ റിലേഷൻഷിപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബന്ധങ്ങൾ എന്ന് പറയും അല്ലേ? കണക്ഷനാണ്. 2 ആൾക്കാർ തമ്മിലോ അല്ലെങ്കിൽ 2 സബ്സ്റ്റൻസ് തമ്മിലോ ഒക്കെയുള്ള കണക്ഷനാണ് നമ്മൾ എന്ത് ഉദ്ദേശിക്കുന്നത്? റിലേറ്റീവ് എന്ന് പറയുന്ന വേർഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഈ റിലേറ്റീവ് ആറ്റോമിക് മാസും എന്താണ് ഈ മോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അപ്പോൾ ആറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ? ഒരു ആറ്റത്തിൻ്റെ അകത്ത് പ്രോട്ടോൺസും ന്യൂട്രോൺസും ഉണ്ടാവും. ആ പ്രോട്ടോൺസിൻ്റെയും ന്യൂട്രോൺസിൻ്റെ സമ്മാണ് എന്ത്? ആറ്റോമിക് മാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആറ്റോമിക് മാസും മോളും തമ്മിൽ എന്താണ് റിലേഷൻ, എന്താണ് ബന്ധം? അതാണ് നമ്മളടുത്ത് നോക്കാൻ പോകുന്നത്. അപ്പം റിലേറ്റീവ് ആറ്റോമിക് മാസസ് എക്സ്പ്രസ് ദ മാസ് ഓഫ് വൺ ആറ്റം റിലേറ്റീവ് ടു ദാറ്റ് ഓഫ് അനദർ. അപ്പം നമ്മുടെ അടുത്ത് സാധാരണ ഒരാൾ ചോദിക്കാറുണ്ട്, അതാരാ? അപ്പം ഞങ്ങളുടെ റിലേഷനാണ് പറഞ്ഞു കഴിഞ്ഞാൽ അത് അച്ഛൻ്റെ ഭാഗത്തു നിന്നാണ്, അമ്മേൻ്റെ ഭാഗത്ത് നിന്ന് റിലേറ്റഡ് ഒക്കെ ചോദിക്കും. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഒരാളെ ബന്ധപ്പെടുത്തിക്കൊണ്ടായിരിക്കും നമ്മുടെ അടുത്ത് പല ചോദ്യങ്ങളും വരുന്നത് അല്ലേ? റിലേറ്റഡ് ആയിരിക്കും. അപ്പോൾ അതേപോലെ നമ്മളിവിടെ വാട്ടർ മോളിക്യൂൾസിൻ്റെ അകത്ത് ഇത്ര എണ്ണം ഉണ്ടാവും ഒരു മോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതേപോലെ തന്നെ നമ്മൾ ഈ ആറ്റോമിക് മാസും ഒരു സബ്സ്റ്റൻസിൻ്റെ ആറ്റോമിക് മാസായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് സാധാരണ പറയാറ്. അപ്പോൾ ഞാൻ ഒന്നും കൂടെ പറയാം. ഒരു എലമെൻറ്റിൻ്റെ ആറ്റോമിക് മാസ് ഉണ്ടാവുമല്ലോ, നമ്പർ ഓഫ് പ്രോട്ടോൺസും നമ്പർ ഓഫ് ന്യൂട്രോൺസും, അത് നമ്മൾ വേറൊരു ആറ്റത്തിൻ്റെ കമ്പാരിസണായിട്ട് നമ്മൾ പറയുന്നത്. കെമിസ്ട്രീൻ്റെ റൂളാണത്, ശരിക്കും മനസ്സിലാക്കാം. ഓക്കെ, അത് വേറൊരു ആറ്റത്തിൻ്റെ മാസ്സായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ പറയുന്നത് ഇതിൻ്റെ ആറ്റോമിക് മാസ് മറ്റേതിൻ്റെ കാട്ടിയും ഇത്ര കൂടുതലാണ് അല്ലെങ്കിൽ ഇത്ര കുറവാണെന്നൊക്കെ. അപ്പം ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾ ഹയർ ക്ലാസ്സിൽ പഠിക്കും, അപ്പം നിങ്ങൾ ടെൻഷൻ ആവണ്ട. അപ്പം ഇത് കമ്പയർ ചെയ്യുന്ന ആരോടത്താണ് ചോദിച്ചു കഴിഞ്ഞാൽ കാർബൺ 12 ആറ്റത്തിൻ്റെ മാസിനോടാണ്. അപ്പം ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസിൻ്റെ ആറ്റത്തിൻ്റെ ആറ്റോമിക് മാസ് എന്ന് പറയുന്നത് 1/12 ദ മാസ് ഓഫ് എ കാർബൺ 12 ആറ്റം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാർബൺ 12 ആറ്റത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത്? സിംഗിൾ യൂണിറ്റ് എന്ന് പറയുന്നത്. സിംഗിൾ യൂണിറ്റ്. അപ്പം അതനുസരിച്ച് നമ്മളിതിൻ്റെ ആറ്റോമിക് മാസ് ഞാനൊരു ടേബിളൊക്കെ കാണിക്കും, അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ ക്ലിയർ ആവും. അപ്പം ഈ നമുക്ക് കിട്ടുന്ന യൂണിറ്റിനെ യൂണിഫൈഡ് മാസ് അല്ലെങ്കിൽ സിംഗിൾ യൂണിറ്റ് എന്ന് പറയും. അപ്പം ഏതൊരു മാറ്ററിൻ്റെ ഏതൊരു
എലമെൻ്റ് എടുത്തു കഴിഞ്ഞാലോ അല്ലെങ്കിൽ കോമ്പൗണ്ട് എടുത്തു കഴിഞ്ഞാലും അതിനൊരു ആറ്റോമിക് മാസ് ഉണ്ടാവും. ആറ്റോമിക് മാസ് എന്താ? അതിൻ്റെ അകത്തുള്ള പ്രോട്ടോൺസിൻ്റെയും ന്യൂട്രോൺസിൻ്റെയും സമ്മാണ്. അപ്പം ഇതിനെണ്ണം നമ്മൾ കാർബൺ 12ൻ്റെ ആറ്റമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് അതിനെ സിംഗിൾ യൂണിറ്റ് അല്ലെങ്കിൽ യൂണിഫൈഡ് മാസ് എന്നൊക്കെ പറയുന്നത്. അപ്പം നമുക്കൊന്നും കൂടി ക്ലിയർ ആക്കാൻ വേണ്ടി ഈ ടേബിൾ ഒന്ന് നോക്കാം. ഇപ്പോൾ ഹൈഡ്രജൻ്റെ ആവറേജ് ആറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ ഇവിടെ കണ്ടോ, ഒക്കെ ഇങ്ങനത്തെ വാല്യൂസാണ് അല്ലേ, ഡെസിമലാണ് വരുന്നത്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഡെസിമൽ വരുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പം ഇങ്ങനെ ഡെസിമൽ വരാൻ കാരണം എന്താ വെച്ചാൽ അത് നിങ്ങളൊരു ടേം പഠിച്ചു വെക്കാനുണ്ട്. ആ ടേമിനെ നമ്മൾ ഐസോട്ടോപ്പ് എന്ന് പറയും, ഐസോട്ടോപ്സ്. അപ്പോൾ ഈ ഐസോട്ടോപ്സ് എന്താണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ പ്രകൃതിയിൽ ഹൈഡ്രജൻ എന്ന് പറഞ്ഞ സാധനം 3 തരത്തിൽ കാണാം. ഒന്ന് 1H1 എന്ന് പറയും, ഇതാണ് നമ്മളുടെ നോർമൽ ഹൈഡ്രജൻ എന്ന് പറയുന്നത്. പിന്നെ 1H2, പിന്നെ 1H3. അപ്പം ഇതാണ് നമ്മളുടെ നോർമൽ ഹൈഡ്രജൻ. അതിനെ പ്രോട്ടിയം എന്നാണ് പറയുക, PROTIUM, പ്രോട്ടിയം. ഇത് ഡ്യൂട്ടീരിയം. മൂന്നാമത്തിന് ട്രീഷ്യം, TRITIUM എന്ന് പറയും. അപ്പം ഹൈഡ്രജൻ തന്നെ 3 തരത്തിൽ കാണാം. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഞാനിവിടെ താഴെ എഴുതിയ നമ്പേഴ്സ്, ഇതിന് ആറ്റോമിക് നമ്പർ എന്ന് പറയും, ഇതിന് മാസ് നമ്പർ എന്ന് പറയും, അല്ലെങ്കിൽ ആറ്റോമിക് മാസ് എന്ന് പറയും. ഓക്കെ, മുകളിൽ ഇതിനാണ് മാസ് നമ്പർ അല്ലെങ്കിൽ ആറ്റോമിക് മാസ് എന്ന് പറയും, ഇതിന് ആറ്റോമിക് നമ്പർ എന്ന് പറയും. ഇപ്പോൾ ഈ 3 ആറ്റോമിക് നമ്പർ സെയിം ആണ്, പക്ഷേ മാസ് നമ്പർ ഡിഫറെൻ്റ് ആണ്. അപ്പം എലമെൻറ്റ്സ് ഓഫ് ദ, ഇവിടെ എലമെൻറ്റ്സ് ആണ്, ഹൈഡ്രജൻ എലമെൻ്റ് ആണ്, ഈ 3 എലമെൻറ്റ് ആണ്, ഹൈഡ്രജൻ എലമെൻ്റ് ആണ് വരുന്നത്. അപ്പം ഇവിടെ ഞാൻ ഐസോട്ടോപ്പിൻ്റെ ഡെഫിനിഷൻ പറയാം. Isotopes are the atoms of the same element with same atomic number but different mass number. ഒരേ ഹൈഡ്രജൻ എന്ന് പറയുന്ന അതിൻ്റെ ആറ്റങ്ങളാണ്, പക്ഷേ ഇവരുടെ പ്രത്യേകത എന്താ? ആറ്റോമിക് നമ്പർ സെയിം ആണ്, പക്ഷേ മാസ് നമ്പർ ഡിഫറെൻ്റ് ആണ്. അങ്ങനെയുള്ള എലമെൻറ്റ്സ് നമ്മൾ വിളിക്കുന്ന പേര് ഐസോട്ടോപ്പ്. അപ്പോൾ ഈ ഹൈഡ്രജൻ്റെ ഈ 3 ഐസോട്ടോപ്പ് ഉണ്ടല്ലോ, അവരുടെ 3 ആവറേജ് എടുത്തിട്ടാണ് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ആവറേജ് ആറ്റോമിക് മാസ് യൂണിറ്റ് കാണുന്നത്. കമ്പയർ ചെയ്യുമ്പം ഇത് 1 നമ്മൾ എടുക്കുന്നുള്ളൂ, കാരണം ഇവിടെ കണ്ടോ 00 ആണ് വരുന്നത്. അപ്പോൾ നമ്മളതിനെ റൗണ്ട് ഓഫ് ചെയ്തിട്ട് എന്തെടുക്കും? 1 എടുക്കും. ഓക്കെ, പിന്നെ ഓക്സിജൻ എന്ന് പറഞ്ഞ സാധനം O2 ഉണ്ട്, ഇതാണ് നമ്മുടെ നോർമൽ ഓക്സിജൻ. O3 ഉണ്ട്, ഇതാണ് നമ്മുടെ ഓസോൺ എന്ന് പറയുന്നത്. അപ്പം ഇത് രണ്ടെന്താണ്? ഐസോട്ടോപ്പ് ഓഫ് ഓക്സിജനാണ്. ഐസോട്ടോപ്പ് ഓഫ് ഓക്സിജനാണ് ഓസോൺ. അപ്പോൾ ഇവരുടെ 2 പേരുടെയും ആവറേജ് ആണ് എന്ത് വരുന്നത്? ആവറേജ് ആറ്റോമിക് മാസാണ് ഇങ്ങനൊരു നമ്പർ വന്നത്. പക്ഷേ അത് റൗണ്ട് ഓഫ് ചെയ്ത് നമ്മൾ യൂസ് ചെയ്യുന്ന എത്രയാണ്? 16 എന്നാണ് എടുക്കുന്നത്. സോഡിയം അതേപോലെ തന്നെ, കാർബണും C12, C13, C14 ഉണ്ട്. അപ്പോൾ ഐസോട്ടോപ്പിൻ്റെ ഒക്കെ ആവറേജ് ആണ് എന്ത്? ഇവിടെ ആവറേജ് ആറ്റോമിക് മാസ് വന്നത്. അതുകൊണ്ടാണ് ഈ ഐസോട്ടോപ്സിൻ്റെ ആവറേജ് എടുക്കുന്നതുകൊണ്ടാണ് ഇതിൻ്റെ ആവറേജ് ആറ്റോമിക് മാസ് എന്തായത്? ഇതേപോലെ ഡെസിമൽ പോയിൻ്റുള്ള നമ്പേഴ്സ് വന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ് ഇവിടെ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത്. ആറ്റോമിക് മാസ് ഹാവ് ഡെസിമൽ വാല്യൂസ് ബിക്കോസ് ദ ആവറേജ് ആറ്റോമിക് മാസ് ഇസ് കാൽക്കുലേറ്റ് ബൈ ടേക്കിംഗ് ഇൻ ടു അക്കൗണ്ട് ദ പ്രസൻസ് ഓഫ് ഐസോട്ടോപ്സ്. ഐസോട്ടോപ്സിൻ്റെ പ്രസൻസും കൂടി കണക്കിലെടുത്തിട്ടാണ് അവരുടെ ആവറേജ് ആറ്റോമിക് മാസ് എടുക്കുന്നതുകൊണ്ടാണ് ഇവിടെ എന്ത് വരുന്നത്? ഡെസിമൽ പ്ലേസ് വരുന്നത്. ഇത് എക്സാമിന് സാധാരണ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇനി കോപ്പറിൻ്റെ കേസ് എടുക്കുമ്പം അതിൻ്റെ റിലേറ്റീവ് ആറ്റോമിക് മാസ് 63.5 ആണ് വരുന്നത് അല്ലേ, 63.5. ഇനി 63.5ൻ്റെ കൂടെ നമ്മൾ ജിയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ അതിന് നമ്മൾ വിളിക്കുന്ന പേര് ഗ്രാം ആറ്റോമിക് മാസ് എന്നാണ്. ഗ്രാം ആറ്റോമിക് മാസ്. അപ്പോൾ എന്താ ഗ്രാം ആറ്റോമിക് മാസ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയേണ്ടത് എന്താ വെച്ചാൽ ആറ്റോമിക് മാസ് എക്സ്പ്രസ്ഡ് ഇൻ ഗ്രാംസ്. ആറ്റോമിക് മാസിനെ അതിൻ്റെ കൂടെ ഗ്രാമെന്നും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഗ്രാം ആറ്റോമിക് മാസ്. അപ്പോൾ അതിൻ്റെ തൂക്കാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം കോപ്പറിൻ്റെ ഗ്രാം ആറ്റോമിക് മാസ് 63.5 ഗ്രാം ആണ്. അപ്പോൾ 63.5 ഗ്രാം കോപ്പർ എടുത്താൽ മാത്രമേ അത് എത്രയാവുള്ളൂ? 1 മോൾ ഓഫ് കോപ്പർ ആവുള്ളൂ. 1 മോൾ ഓഫ് കോപ്പർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അത് എത്ര ആറ്റംസ് ഉണ്ടാവും? അവഗാഡ്രോ നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ടാവും. ഇനി ശ്രദ്ധിക്കുക, അയൺ അതിൻ്റെ റിലേറ്റീവ് ആറ്റോമിക് മാസ് 55.8. അയൺ Fe2 Fe3 ഉണ്ട് അല്ലേ. അപ്പോൾ 55.8 ആണ് അതിൻ്റെ റിലേറ്റീവ് ആറ്റോമിക് മാസ് വരുന്നത്. അതിൻ്റെ ഗ്രാം ആറ്റോമിക് മാസ് 55.8 ഗ്രാം. അപ്പോൾ 55.8 ഗ്രാം അയൺ എടുത്താൽ മാത്രമേ അത് എത്രയാവുള്ളൂ? 1 മോൾ ആവുള്ളൂ. 1 മോൾ എടുത്താൽ മാത്രമേ അതിൻ്റെ അകത്ത് എത്ര നമ്പേഴ്സ് ഉണ്ടാവുള്ളൂ? അവഗാഡ്രോ നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ടാവുള്ളൂ.
സിങ്ക് അതേപോലെ 65.3 ഗ്രാമാണ് ഇതിൻ്റെ ഗ്രാം ആറ്റോമിക് മാസ്. അത് വന്നാൽ മാത്രമേ ഇതിൻ്റെ അകത്ത് എത്ര ഉണ്ടാവുള്ളൂ, 1 മോൾ ഉണ്ടാവുള്ളൂ. പിന്നെ ഇത്ര. ഇനി അലൂമിനിയം 27 ആണ് അതിൻ്റെ ഗ്രാം ആറ്റോമിക് മാസ് വരുന്നത്. 1 മോൾ ആവണമെങ്കിൽ 27 ഗ്രാം എടുക്കണം. നൈട്രജൻ 14 ഗ്രാം നൈട്രജൻ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് 1 മോൾ ഉണ്ടാവും. എണ്ണം എത്രയായിരിക്കും നൈട്രജൻ ആറ്റംസിൻ്റെ അവഗാഡ്രോ നമ്പർ. അപ്പം കുട്ടികൾ സാധാരണ ചോദിക്കുന്നത് ചിലപ്പോൾ സാറല്ലേ പറഞ്ഞ് 1 മോൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് എല്ലാത്തിനും 6.022 × 10⁻23 ഉണ്ട്. പക്ഷേ ഇവിടെ എന്തുകൊണ്ട് അങ്ങനെ വ്യത്യാസം വന്നതെന്നുള്ളത് ഇല്ല, എല്ലാത്തിനും സെയിം അല്ലേന്ന്. പക്ഷേ ഇവിടെ നമ്പർ വ്യത്യാസമുണ്ടല്ലോ, ഉണ്ട്, വ്യത്യാസമുണ്ട്. നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണല്ലേ പീരിയോഡിക് ടേബിളിലൊക്കെ. പീരിയോഡിക് ടേബിളിൽ ഇലക്ട്രോൺസിന് എണ്ണമൊക്കെ കൂടുമ്പം ഇതിൽ വ്യത്യാസം വരും. അപ്പം ആറ്റംസിൻ്റെ മാറ്റാണ്, ആറ്റംസിൻ്റെ നേച്ചറിൻ്റെ മാറ്റാണ് നമുക്ക് ഈ ഒരു വ്യത്യാസത്തിന് കാരണം. ഇപ്പോൾ ഇവിടെ ആറ്റംസിൻ്റെ സൈസ് വലുതാണ് അല്ലേ, കോപ്പറിൻ്റെ ആറ്റംസിൻ്റെ സൈസ് വലുതാണ്. അപ്പോൾ ഗ്രാം ആറ്റോമിക് മാസ് വലുതാണ്. അപ്പോൾ ഇത്രയും ഗ്രാം എടുത്താൽ മാത്രമേ അവിടെ 1 മോളാവുന്നുള്ളൂ. നൈട്രജൻ്റെ ആറ്റത്തിൻ്റെ സൈസ് ചെറുതാണ്. അതുകൊണ്ട് 14 ഗ്രാം എടുക്കുമ്പോഴത്തേക്കും നമുക്ക് എത്ര കിട്ടും, 1 മോളാവും. ഇത്രയും ആറ്റംസ് അതിൻ്റെ അകത്ത് ഉണ്ടാവും. അതാണ് റീസൺ. ഓക്കെ, ഇതും മനസ്സിലാക്കി വെക്കാം. അപ്പം an element that weighs as much as its relative atomic mass in grams contains Avogadro number of atoms. അപ്പോൾ റിലേറ്റീവ് ആറ്റോമിക് മാസിനെ ഗ്രാമിൻ്റെ രൂപത്തിലാക്കി മാറ്റിക്കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് പറയാൻ പറ്റും അതിനകത്ത് എത്ര ആറ്റംസ് ഉണ്ടാവും. ഇനി ഈ മാസിനെ വിളിക്കുന്ന പേരാണെന്ത്, ഗ്രാം ആറ്റോമിക് മാസ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞു. 1 ഗ്രാം ആറ്റോമിക് മാസിൽ എത്ര ഉണ്ടാവും, 1 മോൾ ആറ്റംസ് ഉണ്ടാവും. 1 ഗ്രാം ആറ്റോമിക് മാസ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് 1 മോൾ ആറ്റംസ് ഉണ്ടാവും. ഇനി ഇപ്പം നേരത്തെ ഞാൻ ചോദിച്ച അതേ ചോദ്യമാണ് ഇവിടെ. വൈ ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് 1 മോൾ ആറ്റം ഓഫ് ഡിഫറെൻറ്റ് സബ്സ്റ്റൻസസ് ഡിഫറെൻറ്റ്. ഇപ്പോൾ 1 മോൾ ആറ്റം എടുത്ത് കഴിയുമ്പം ക്വാണ്ടിറ്റിയിൽ എന്തുകൊണ്ടാണ് വ്യത്യാസം വരുന്നത്? സെയിം നമ്പർ ഓഫ് ആറ്റംസ് അല്ലേ, അവഗാഡ്രോ നമ്പർ ഓഫ് ആറ്റംസ് അല്ലേ, എന്നിട്ടും എന്തുകൊണ്ടാണ് ക്വാണ്ടിറ്റിയിൽ നൈട്രജനിൽ 14, അയണിൽ 63.5 ഗ്രാം എന്തുകൊണ്ടാണ് ക്വാണ്ടിറ്റിയിൽ വ്യത്യാസം വന്നത്? അതിൻ്റെ ഡിഫറൻസ് തന്നെ നേരത്തെ ഞാൻ പറഞ്ഞ അതേപോലെ തന്നെ ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഡിഫറെൻറ്റ് സൈസസ് ഓഫ് ദ ആറ്റംസ്, ആറ്റത്തിൻ്റെ സൈസിൽ വരുന്ന വ്യത്യാസങ്ങളാണ് ഇവിടെ ക്വാണ്ടിറ്റി ഓഫ് 1 മോൾ ഓഫ് ആറ്റത്തിൽ വ്യത്യാസം അല്ലെങ്കിൽ മാറ്റം ഉണ്ടാവുന്നത്. സെയിം നമ്പർ ഓഫ് ആറ്റംസ് ആണ്, പക്ഷേ ആറ്റത്തിൻ്റെ സൈസിൻ്റെ ഡിഫറൻസ് ആണ് ആ ഗ്രാമും അതേപോലെ തന്നെ നമ്പറിലും വ്യത്യാസം കാണിക്കുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി മോളാർ മാസ് എന്താണെന്നുള്ളത്. മോളാർ മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ 2 ടൈപ്പ് സബ്സ്റ്റൻസസ് ഉണ്ട്. എലമെൻറ്റ്സ് ഉണ്ട്, കോമ്പൗണ്ട്സ് ഉണ്ട് അല്ലേ. എലമെൻറ്റ്സും കോമ്പൗണ്ടും ഉണ്ട്. ഇപ്പോൾ കോപ്പർ എന്ന് പറയുന്നത്, കാർബൺ എന്ന് പറയുന്നത്, ഇത് രണ്ടും എലമെൻറ്റ്സ് ആണ്. നേരെ മറിച്ച് H2O, CO2 ഇവിടെ ഒന്നിൽ കൂടുതൽ എന്തുണ്ട്, എലമെൻറ്റ്സ് കൂടിച്ചേർന്നിട്ടുണ്ട്. അങ്ങനെ ഒന്നിൽ കൂടുതൽ എലമെൻറ്റ്സ് കൂടിച്ചേർന്നുണ്ടാവുന്ന സബ്സ്റ്റൻസാണ് നമ്മൾ എന്താ പറയുന്നത്, കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കോമ്പൗണ്ടിൻ്റെ എത്ര ഇവിടെ ഹൈഡ്രജൻ 2, ഓക്സിജൻ 1, ഇവരുടെ ആറ്റോമിക് മാസ് നമ്മൾ പ്ലസ് ചെയ്യുക. ഹൈഡ്രജൻ്റെ ആറ്റോമിക് മാസ് 1 ആണ്, ഓക്സിജൻ്റെ ആറ്റോമിക് മാസ് 16 ആണ്. അപ്പോൾ ഈ 2 നമ്പേഴ്സും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്ര ഹൈഡ്രജൻ ഉണ്ട് ഇവിടെ? 2 ഹൈഡ്രജൻ ഉണ്ട് അല്ലേ. അപ്പോൾ 1 × അല്ലെങ്കിൽ 2 × 1 പ്ലസ് 1 × 16. അപ്പോൾ 16, 2, 18. അപ്പോൾ ഈ 18 എന്ന് പറയുന്നതാണ് നമ്മളുടെ വാട്ടർ മോളിക്യൂളിൻ്റെ മോളാർ മാസ് എന്ന് പറയുന്നത്. മോളിക്കുലാർ മാസ് എന്ന് പറയും, മോളാർ മാസ് എന്ന് പറയും. ഓക്കെ, ദ ടോട്ടൽ മാസ് ഓഫ് ആറ്റംസ് ഇൻ എ മോളിക്യൂൾ. ഒരു മോളിക്യൂളിൻ്റെ അകത്തുള്ള ആറ്റംസിൻ്റെ ടോട്ടൽ മാസിനെ വിളിക്കുന്ന പേരാണെന്ത്, മോളിക്കുലാർ മാസ് അല്ലെങ്കിൽ മോളാർ മാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വാട്ടറിൻ്റെ അകത്ത് 3 മോളിക്യൂൾസ് ഉണ്ട്. 2 ഹൈഡ്രജൻ മോളിക്യൂളും 1 ഓക്സിജൻ മോളിക്യൂളും. അവരുടെ മാസ് ഓഫ് ആറ്റംസിൻ്റെ സമ്മാണ് എന്ത്, വാട്ടർ മോളിക്യൂളിൻ്റെ മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത്. ആറ്റോമിക് മാസ് ഓഫ് ഹൈഡ്രജൻ എത്രയാണ്? 1 ആണ്. അങ്ങനത്തെ എത്ര ഹൈഡ്രജൻ്റെ 2 ഉണ്ട്. അതിൻ്റെ അതേപോലെ തന്നെ ഓക്സിജൻ്റെ ആറ്റോമിക് മാസ് 16 ആണ്. 1 ഓക്സിജനാണുള്ളത്. അപ്പോൾ 1 × 16, 16, 16, 2, 18. ഓക്കെ, അങ്ങനെ ഒരു മോളിക്യൂളിൻ്റെ അകത്തുള്ള ആറ്റംസിൻ്റെ ടോട്ടലിനാണ് നമ്മൾ എന്ത് പറയുന്നത്, മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ നമ്മളടുത്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മോളിക്കുലാർ മാസ്സാണ്. ആറ്റോമിക് മാസ് ഓഫ് ഓക്സിജൻ 16, അതേപോലെ കാർബണിൻ്റെ 12. അത് നമ്മൾ എങ്ങനെ എഴുതുക വെച്ചാൽ, ഇപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഫോർമുല ഇങ്ങനെയാണ് കേട്ടോ. CO2 പ്രിഫിക്സ് ആയില്ല. അപ്പോൾ കാർബണിൻ്റെ
എത്ര ഒരു കാർബണാണുള്ളത്. അപ്പോൾ 1 × 12 പ്ലസ് ഓക്സിജൻ്റെ ഒരു ഓക്സിജൻ എത്രയാണ് 16 ആണ്. അങ്ങനത്തെ എത്ര ഓക്സിജൻ ഉണ്ട്? 2 ഓക്സിജൻ ഉണ്ട്. അപ്പോൾ 2 × 16. അപ്പോൾ 1 × 12 12, 2 × 12 2 × 16 32. അപ്പോൾ രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 44 എന്ന് കിട്ടും. അപ്പം മോളിക്കുലർ മാസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എത്രയാണ്? 44 ആണ്. ഇത് നമ്മൾ ഗ്രാമും കൂടി എഴുതി കഴിഞ്ഞാൽ എന്തായത്? ഗ്രാം മോളിക്കുലർ മാസ് എന്ന് പറയും അല്ലേ? ഇതിന് ഗ്രാമും കൂടി എഴുതി കഴിഞ്ഞാൽ ഗ്രാം മോളിക്കുലർ മാസ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ നമ്മുടെ മോളിക്കുലർ മാസ് മാത്രമാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ എത്രയാണ്? 44 യൂണിറ്റ്സ് നമ്മൾ പറയും അല്ലേ? 44. ഓക്കെ, ഇനി കാൽക്കുലേറ്റ് ദ മോളിക്കുലർ മാസ് ഓഫ് മോളിക്യൂൾസ് ഗിവൺ ഇൻ ദ ടേബിൾ. ആറ്റമിക് മാസ് ഓഫ് കോൺസ്റ്റന്റ് എലമെൻറ്റ്സ് ആർ ഗിവൺ ഇൻ ദ ബ്രാക്കറ്റ്. നമുക്ക് ഈ ടേബിളാണ് ചെയ്യേണ്ടത്. അപ്പം ഓരോന്നിൻ്റെ ആറ്റമിക് മാസ് തന്നിട്ടുണ്ട്, അതനുസരിച്ച് നമുക്ക് ഫില്ല് ചെയ്യാനാണ്. അപ്പോൾ വാട്ടറിൻ്റെ നേരത്തെ ഞാൻ ചെയ്ത് കാണിച്ചിരുന്നു. വാട്ടറിൻ്റെ എത്ര വരുന്നത്? ഹൈഡ്രജൻ്റെ 1 ആണ്. അങ്ങനത്തെ എത്ര ഹൈഡ്രജൻ ആറ്റം ഉണ്ട്? 2 പ്ലസ് ഓക്സിജൻ എത്രയാണ്? 1 × 16. അപ്പോൾ 16 2 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടി? 18 എന്ന് കിട്ടി. ഇനി ഗ്ലൂക്കോസിൻ്റെ കാർബണിൻ്റെ എത്രയാണ്? 12 ആണ്. 12 × എത്ര കാർബൺ ഉണ്ട്? 6 കാർബൺ ഉണ്ട്. പ്ലസ് ഹൈഡ്രജൻ്റെ 1 ആണ്. അങ്ങനത്തെ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 12 ഹൈഡ്രജൻ ഉണ്ട്. പ്ലസ് ഓക്സിജൻ്റെ ഒരെണ്ണത്തിൻ്റെ എത്രയാ? 16 ആണ് വരുന്നത്. അങ്ങനത്തെ എത്ര ഓക്സിജൻ ആറ്റം ഉണ്ട്? 6 ഓക്സിജൻ ആറ്റം ഉണ്ട്. ഓക്കെ, 12 × 6 72 ആണ് വരുന്നത്. പ്ലസ് 1 × 12 12, 16 × 6 ചെയ്താൽ 6 6 36 96 എന്ന് വരും. ഇതെല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 6 4 10 18 180 എന്ന് വരും. ഓക്കെ, അപ്പം ഈ നമ്മളുടെ ഗ്ലൂക്കോസിൻ്റെ മോളിക്കുലർ മാസ് എത്രയാണ്? 180 ആണ് വരുന്നത്. 180. ഓക്കെ, ഇനി സൾഫ്യൂരിക് ആസിഡിൻ്റെ ഹൈഡ്രജൻ 1, അങ്ങനത്തെ 2 ഹൈഡ്രജൻ ആറ്റംസ് പ്ലസ് സൾഫറിൻ്റെ 32 ഒരു സൾഫർ ആറ്റം. 1 × 32. ഓക്സിജൻ്റെ 16 അങ്ങനത്തെ 4 ഓക്സിജൻ ആറ്റം. എല്ലാം കൂടെ കൂട്ടിയാൽ 2 32 64 4 ഇവിടെ 8 98 അല്ലേ? ഇതിൻ്റെ എത്ര വരുന്നത്? 98 ആണ് വരുന്നത് സൾഫ്യൂരിക് ആസിഡ്. നൈട്രജൻ്റെ ഒരെണ്ണത്തിന് എത്രയാണ്? 14 ആണ്. അങ്ങനത്തെ 2 ഉണ്ട്. 14 × 2 = 28. ഇവിടെ കണ്ട ഇവിടെ നൈട്രജൻ N2, ഓക്സിജൻ O2. അപ്പോൾ ഇതിനെ നമ്മൾ ഡൈ ആറ്റോമിക് മോളിക്യൂൾ എന്നാണ് പറയുക. ഈ ഓക്സിജൻ എന്ന് പറഞ്ഞ സാധനം ഒരിക്കലും O എന്ന് പറയുന്ന ഫോമിൽ സ്റ്റേബിൾ അല്ല, നമുക്ക് കാണാൻ സാധിക്കില്ല. അത് സ്റ്റെബിലിറ്റി ഇല്ല. അത് എന്തായിട്ട് നിലനിൽക്കുള്ളൂ? ഓക്സിജൻ എന്ന് പറയുന്ന ഫോമിലേ നിലനിൽക്കുള്ളൂ. അപ്പം 2 ഓക്സിജൻ മോളിക്യൂൾ കൂടി ചേർന്നിട്ടാണ് എന്തുണ്ടായത്? ഓക്സിജൻ. 2 ആറ്റംസാണ് കൂടി ചേർന്ന് എന്തുണ്ടാവുന്നത്? ഓക്സിജൻ മോളിക്യൂൾ ഉണ്ടാകുന്നത്. ഇങ്ങനെയുള്ള ആറ്റംസിനെ നമ്മൾ ഡൈ ആറ്റോമിക് അല്ലെങ്കിൽ മോളിക്യൂൾസിന് ഡൈ ആറ്റോമിക് മോളിക്യൂൾ എന്ന് പറയും. ഓക്സിജൻ, നൈട്രജൻ ഇതൊക്കെ ഡൈ ആറ്റോമിക് മോളിക്യൂളാണ്. ഇവർ പരസ്പരം അങ്ങോട്ട് കൂടി ചേർന്നിട്ട് N2 അല്ലെങ്കിൽ O2 എന്ന ഫോമിൽ സ്റ്റേബിളായിട്ട് നിൽക്കുള്ളൂ, അവർക്ക് നിലനിൽപ്പുള്ളൂ. അങ്ങനെയാണ് ഡൈ ആറ്റോമിക് മോളിക്യൂൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ക്ലിയർ ആയല്ലോ. ഇനി ഓക്സിജൻ 1 മോൾ ആവണമെങ്കിൽ എത്ര ഗ്രാം വേണം? 32 ഗ്രാം ഓക്സിജൻ എടുത്താൽ മാത്രമേ അവിടെ എത്ര ഉണ്ടാവുള്ളൂ? 1 മോൾ അല്ലെങ്കിൽ അവഗാഡ്രോ നമ്പർ ഓഫ് ഓക്സിജൻ മോളിക്യൂൾസ് ഉണ്ടാവുള്ളൂ. ഇനി അമോണിയയിൽ എപ്പോഴാണ് അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ടാവുക? 17 ഗ്രാം അമോണിയം എടുക്കണം. 17 ഗ്രാം അമോണിയം എടുത്താൽ മാത്രമേ അതിനകത്ത് അവഗാഡ്രോ നമ്പർ ഓഫ് എന്തുണ്ടാവുള്ളൂ? അമോണിയൻ്റെ മോളിക്യൂൾസ് ഉണ്ടാവുള്ളൂ. 18 ഗ്രാം വെള്ളം എടുത്താൽ മാത്രമേ അതിൻ്റെ അകത്ത് അവഗാഡ്രോ നമ്പർ അല്ലെങ്കിൽ 6.022 × 10⁻23 വാട്ടർ മോളിക്യൂൾസ് ഉണ്ടാവുള്ളൂ. ഓക്കെ, അതിൻ്റെ മോളിക്കുലർ മാസ് എത്രയാണോ അത്ര ഗ്രാം വന്നാൽ മാത്രമേ അതിൻ്റെ അകത്ത് 1 മോൾ എന്തുണ്ടാവുള്ളൂ? മോളിക്യൂൾസോ ആറ്റംസോ അയോൺസോ ഉണ്ടാവുള്ളൂ. ക്ലിയർ ആയല്ലോ. അപ്പം മോളിക്കുലർ മാസ് എക്സ്പ്രസ്ഡ് ഇൻ ഗ്രാം ഈസ് നോൺ ആസ് ഗ്രാം മോളിക്കുലർ മാസ്. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, മോളിക്കുലർ മാസിൻ്റെ കൂടെ നമ്മൾ ഗ്രാമും കൂടി അങ്ങോട്ട് കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ, ജിയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ അതെന്തായി? ഗ്രാം മോളിക്കുലർ മാസായി. ഇനി വാട്ട് വിൽ ബി ദ മാസ് ഓഫ് അവഗാഡ്രോ നമ്പർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂൾസ്? ഡാഷ് ഗ്രാം.
അപ്പോൾ അവഗാഡ്രോ നമ്പർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂൾ വേണമെങ്കിൽ എത്ര ഗ്രാം വേണമെന്നാണ് ചോദിച്ചത്. നേരത്തെ നമ്മൾ ചെയ്ത് കാണിച്ചു തന്നിരുന്നു അല്ലേ, 44 ഗ്രാം. കാർബണിൻ്റെ 12, ഓക്സിജൻ്റെ 16 അങ്ങനെ കാർബൺ ഡൈ ഓക്സൈഡിൽ എത്ര ഓക്സിജൻ ഉണ്ട്? 2 ഓക്സിജൻ ഉണ്ട്. അപ്പോൾ 12 + 2 × 16, 32 12 44. അപ്പോൾ 44 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് എടുത്താൽ മാത്രമേ അതിൻ്റെ അകത്ത് അവഗാഡ്രോ നമ്പർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂൾ ഉണ്ടാവുള്ളൂ. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പം ഒരു മോളാർ മാസ് അല്ലെങ്കിൽ ഒരു മോളിക്കുലർ മാസ് ഓഫ് കോമ്പൗണ്ട് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് എത്ര മോളിക്യൂൾസ് ഉണ്ടാവും? 1 മോൾ മോളിക്യൂൾസ് ഉണ്ടാവും, അല്ലെങ്കിൽ അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ടാവും. ഇനി വീണ്ടും ഒരു ടേബിളാണ്. ഓക്കെ, ആറ്റോമിക് മാസ് ഹൈഡ്രജൻ്റെ 1, ഓക്സിജൻ്റെ 16, നൈട്രജൻ്റെ 14, കാർബണിൻ്റെ 12, സൾഫർ 32, കാൽസ്യം 40. ഇനി ഒന്ന് ഓൾറെഡി നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് നോക്കാം. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ നമ്മൾ നേരത്തെ കണ്ടുവച്ചിരുന്നു മോളിക്കുലർ മാസ് എത്രയാണ്? 44 അല്ലേ. 12, 32, 44. അതിൻ്റെ മോളാർ മാസ് എഴുതുമ്പം ഗ്രാമിൽ എഴുതുമ്പോൾ 44 ഗ്രാം. 44 ഗ്രാം എടുത്താൽ മാത്രമേ അതിൻ്റെ എന്താവുള്ളൂ? 1 മോൾ ആവുള്ളൂ. 1 മോൾ എന്ന് പറഞ്ഞാൽ എത്ര മോളിക്യൂൾസായി? അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസായി. ഇനി 1 മോൾ ഓഫ് വാട്ടർ ആവണമെങ്കിൽ നേരത്തെ പറഞ്ഞു എത്ര വരണം? 18 ഗ്രാം വരണം. മോളിക്കുലർ മാസോ വെറും 18 എഴുതിയാൽ മതി. അപ്പം 18 ഗ്രാം നമ്മളുടെ വാട്ടർ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് 1 മോൾ ആയിരിക്കും. എത്ര ആറ്റംസ് ഓഫ് മോളിക്യൂൾസ് ഉണ്ടാവും? അവഗാഡ്രോ നമ്പർ ഓഫ് ആറ്റംസ് ഓർ മോളിക്യൂൾസ് അതിൻ്റെ അകത്ത് കാണും. നൈട്രജൻ ഡൈ ഓക്സൈഡ് NO2, നൈട്രജൻ്റെ 14 × 1 + 16 × 2, 32 14 അല്ലേ. 32 14 എത്രയായി? 46 അപ്പോൾ ഇവിടെ 46 ഗ്രാം മോളാർ മാസമായി. 4ഉം 46 അതിൻ്റെ മോളിക്കുലർ മാസമായി. അപ്പോൾ 46 ഗ്രാം നൈട്രജൻ ഡൈ ഓക്സൈഡ് എടുത്താലേ അതിൻ്റെ അകത്ത് എത്ര ഉണ്ടാവുള്ളൂ? 1 മോൾ ഓഫ് നൈട്രജൻ ഡൈ ഓക്സൈഡ് ഉണ്ടാവുള്ളൂ. 1 മോളായി കഴിഞ്ഞാൽ അതിനകത്ത് അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ടാവും. ഇനി കാൽസ്യം കാർബണേറ്റ്, കാൽസ്യം 1 അല്ലേ. എത്ര അതിൻ്റെ മോളിക്കുലർ മാസ് വരുന്നത്? 40 1 × ആറ്റോമിക് മാസ് 1 × 40 പ്ലസ് മോളിക്കുലർ മാസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാണ്. 1 × 40. കാർബണിൻ്റെ എത്രയാണ്? 12, 1 × 12 പ്ലസ് ഓക്സിജൻ്റെ 3 3 × 16, 40 പ്ലസ് 12 പ്ലസ് 48, 100. അപ്പോൾ കാൽസ്യം കാർബണേറ്റിൻ്റെ മോളിക്കുലർ മാസ് എത്രയാണ്? 100 ആണ്. അതിൻ്റെ മോളാർ മാസോ 100 ഗ്രാം ആണ്. 100 ഗ്രാമിലാണ് എത്ര ഉണ്ടാവുക? 1 മോൾ ഉണ്ടാവുക. 1 മോൾ എന്ന് പറഞ്ഞാൽ എത്ര മോളിക്യൂൾസ് ഉണ്ടാവും? അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസും ഉണ്ടാവും. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇപ്പോൾ എങ്ങനെയാണ് നമ്പർ ഓഫ് മോളിക്യൂൾസ് കണ്ടുപിടിക്കുന്നത്, അതിൻ്റെ മോളാർ മാസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? എല്ലാവർക്കും ക്ലിയർ ആയല്ലോ? ഓക്കെ, അടുത്ത ഭാഗം. ഹൗ മെനി മോൾസ് ആർ ദെയർ ഇൻ 44 ഗ്രാം ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്? നേരത്തെ നമ്മൾ എഴുതിയിരുന്നു 44 ഗ്രാം ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് എത്ര മോൾസ് ഉണ്ട്? എത്ര ഉണ്ട്? നമ്മളിവിടെ ടേബിൾ കണ്ടോ? 44 ഗ്രാം എടുത്തു കഴിഞ്ഞാൽ എത്രയാണ്? 1 മോളാണ്. ഹൗ മെനി മോൾസ്? 1 മോളാണ്. ഇനി ഒരു ചോദ്യം ചോദിക്കട്ടെ. ഇനിയിപ്പോൾ നിങ്ങളടുത്ത് ഇവിടെ തന്നത് 88 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡിൽ എത്ര മോളുണ്ട്? എത്ര മോളുണ്ട് നമ്മൾ ചോദിച്ചതെന്ന് വിചാരിക്കാം. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കും? അതിനൊരു ഫോർമുല ഉണ്ട്. നമ്പർ ഓഫ് മോൾസ് ഇസ് ഈക്വൽ ടു given mass by molar mass അല്ലെ മോളിക്കുലാർ മാസ്. അപ്പം നമുക്ക് തന്ന മാസ് എത്രയാണോ അതിനെ മോളിക്കുലാർ മാസ് കൊണ്ട് അല്ലെങ്കിൽ മോളാർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നമ്പർ ഓഫ് മോൾസ് കിട്ടും. ഇപ്പോൾ ഇവിടെ നമ്മുടെ അടുത്ത് ചോദിച്ചത് എന്താ? 88 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡിനകത്ത് എത്ര മോൾസ് ഉണ്ടെന്നാണ്. അപ്പോൾ 88 ഗ്രാമാണ് നമ്മളുടെ ഗിവൺ മാസ്. നമുക്ക് മോളാർ മാസ് അറിയാം. എത്രയാണ്? 44 ആണ്. അപ്പോൾ 88 ഡിവൈഡഡ് ബൈ 44 ചെയ്താൽ എത്ര മോളാണ്? 2 മോളാണ്, 2 മോളാണ്. ഓക്കെ, ഇനി നിങ്ങളുടെ ചോദിക്കുകയാണ് 22 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് എത്ര മോൾസ് ഉണ്ട്? അപ്പോൾ ഗിവൺ മാസ് എത്രയാണ്? 22. മോളിക്കുലർ മാസ് എത്രയാണ്? 44. അപ്പം
ഡിവൈഡ് ചെയ്ത ഹാഫായി. ഹാഫ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.5 മോൾ. ക്ലിയർ ആയോ? അപ്പം നിങ്ങൾക്ക് തന്ന മാസിനെ അതിൻ്റെ മോളാർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? നമ്പർ ഓഫ് മോൾസ് കിട്ടും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ക്യാൻ യു ഫൈൻഡ് ദ നമ്പർ ഓഫ് മോൾസ്? നമ്മളിപ്പം കണ്ടുപിടിച്ചു. എത്രയാ? 2 മോൾസ് ആണ്. വാട്ട് ഈസ് ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻ ദിസ് സാമ്പിൾ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്? ഓക്കെ, അപ്പം 88 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ എത്ര മോളിക്യൂൾസ് ഉണ്ടെന്നാണ് ചോദിച്ചത്. അപ്പോൾ നമുക്കറിയാം, ഒരു മോൾ എടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് എത്ര പാർട്ടിക്കിൾസ് ഉണ്ടാവും? അവഗാഡ്രോ നമ്പർ 6.022 ഇൻറ്റു 10⁻23 മോളിക്യൂൾസ് ഉണ്ടാവും. നമുക്കിവിടെ എത്ര മോൾ കിട്ടി? 2 മോൾസ് കിട്ടി. അപ്പോൾ 2 മോൾ എന്ന് പറഞ്ഞാൽ എത്ര കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂൾസ് ഉണ്ടാവും? 2 ഇൻറ്റു അവഗാഡ്രോ നമ്പർ 2 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23. ഇത്രയും മോളിക്യൂൾസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും. എത്രയിൽ? 2 മോൾസിൻ്റെ അകത്ത്. നമ്മളിങ്ങനെ എഴുതി വെച്ചാൽ മതി, കാൽക്കുലേറ്റ് ചെയ്യുന്ന ആവശ്യമൊന്നുമില്ല. പറഞ്ഞാൽ മാത്രം കാൽക്കുലേറ്റ് ചെയ്താൽ മതി എക്സാമിനൊക്കെ. ഓക്കെ, ഇതാ ഞാൻ പറഞ്ഞ ഫോർമുല അവിടെ വന്നു. നമ്പർ ഓഫ് മോൾസ് ഇസ് ഗിവൺ മാസ് ബൈ മോളാർ മാസ്. ഇനി വീണ്ടും ഒരു ടേബിൾ. ഓക്കെ, ഇവിടെ നമ്മളിപ്പം പഠിച്ച ഫോർമുല വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. അമോണിയ മോളാർ മാസ് എത്രയാണ് അമോണിയൻ്റെ? നമുക്കിവിടെ കണ്ടുപിടിക്കണം. നൈട്രജൻ്റെ എത്രയാണ്? 14 ആണ്. അങ്ങനത്തെ 1. ഹൈഡ്രജൻ എത്രയാണ്? 1 ഇൻറ്റു എത്ര ഹൈഡ്രജൻ ഉണ്ട്? 3. അപ്പോൾ 14ഉം 3ഉം 17 മോളാർ മാസ് വരുന്നത് അല്ലേ? 17 ഇവിടെ എഴുതി. നമ്പർ ഓഫ് മോൾസ് എന്താ? ഗിവൺ മാസ് ബൈ അതിൻ്റെ മോളാർ മാസ് 85 ഡിവൈഡഡ് ബൈ 17. അത് നമുക്ക് കിട്ടുക 5 എന്നാണ്. അപ്പോൾ ഇവിടെ എത്ര മോൾസ് ഉണ്ട്? അമോണിയത്തിൻ്റെ 5 മോൾസ് ഉണ്ട്. അപ്പോൾ നമ്പർ ഓഫ് മോളിക്യൂൾസ് എത്രയാണ്? 5 ഇൻറ്റു അവഗാഡ്രോ നമ്പർ. ഓക്കെ, ഇങ്ങനെ നമ്മൾ ചെയ്യാം. ഇനി കാർബൺ ഡൈ ഓക്സൈഡ് ഗിവൺ മാസ് 220. നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? മോളാർ മാസ് കാണണം. നമുക്കറിയാം കാർബണിൻ്റെ ആറ്റോമിക് മാസ് എത്രയാണ്? 12 ആണ്. അങ്ങനത്തെ ഒരു കാർബൺ പ്ലസ് ഓക്സിജൻ്റെ നമുക്കറിയാം 16 ആണ്. അങ്ങനത്തെ 2 ഓക്സിജൻ ഉണ്ട്. 44 എന്ത് വരുന്നത്? അതിൻ്റെ മോളാർ മാസ് വരുന്നത്. നമ്മളെങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്? ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ അതിൻ്റെ മോളാർ മാസ്. നിങ്ങൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് 5 ആണ്. 44 ഇൻറ്റു 5 ചെയ്താൽ നമുക്ക് 220 എന്ന് കിട്ടും. അപ്പോൾ വീണ്ടും ഇവിടെ എത്ര ഉണ്ട്? 5 ഇൻറ്റു അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ടാവും. 6.022 ഇൻറ്റു 10⁻23 മോളിക്യൂൾസാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി വാട്ടർ മോളാർ മാസ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചാലല്ലേ 18 വരിക. 18 ഗിവൺ മാസ് എത്രയെന്ന് അറിയില്ല, പക്ഷെ നമുക്ക് തന്നിട്ടുണ്ട് 10 നമ്പർ ഓഫ് മോൾസ്. ഓക്കെ, നമുക്ക് ഫോർമുല യൂസ് ചെയ്യാം. നമ്പർ ഓഫ് മോൾസ് ഇസ് ഈക്വൽ ടു ഗിവൺ മാസ് ബൈ മോളാർ മാസ്. അപ്പോൾ ഗിവൺ മാസ് നമുക്ക് എക്സ് എന്ന് വിചാരിക്കാം അല്ലേ? എക്സ് ആണ് ഗിവൺ മാസ്. മോളാർ മാസ് ഓഫ് വാട്ടർ 18 നമുക്ക് ഇത് ചെയ്താൽ കിട്ടിയ ആൻസർ എത്രയാണ്? 10 എന്ന് കിട്ടണം അല്ലേ? നമുക്ക് നമ്പർ ഓഫ് മോൾസ് 10 എന്ന് കിട്ടിയിട്ടുണ്ട്. നമ്പർ ഓഫ് മോൾസ് 10, ഗിവൺ മാസ് എക്സ് ആണ്, മോളാർ മാസ് 18. ഇനി എക്സ് ഈസിയിലാക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ഡിവൈഡഡ് ബൈ എന്നുള്ള ഈ 18 നമ്മൾ എന്ത് ചെയ്യുക? നമ്പറിൻ്റെ അടുത്തേക്ക് 10ൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുക. അപ്പോൾ മൾട്ടിപ്ലിക്കേഷനിലേക്ക് ആവും അല്ലേ? ഡിവിഷനിലെ ഈ 18 ഈക്വൽസിന് ഇങ്ങോട്ട് ലെഫ്റ്റിലേക്ക് കൊണ്ടുപോകുമ്പോൾ എന്താവും? അത് മൾട്ടിപ്ലിക്കേഷൻ ആവും. അപ്പോൾ എക്സ് ഈസിയിൽ എത്രയായി? 10 ഇൻറ്റു 18 ഇസ് ഈക്വൽ ടു 180. അപ്പം എത്ര ഗ്രാം എടുത്തിട്ടുണ്ട് അവിടെ? 180 ഗ്രാം വാട്ടർ എടുത്തിട്ടുണ്ട്. അപ്പം അവിടെ എത്ര മോളായി? 10 മോളായി അല്ലേ? നമുക്ക് ഡിവൈഡ് ചെയ്താൽ 180/18 എത്രയാണ്? 10 ആണ്. ക്ലിയർ ആയല്ലോ? ഇനി അതേപോലെ നൈട്രജൻ ഡയോക്സൈഡിൻ്റെ മോളാർ മാസ് നമുക്കിവിടെ കണ്ടുപിടിക്കാം. 14 നൈട്രജൻ്റെ, ഒരു നൈട്രജനാണുള്ളത്. 2 ഓക്സിജൻ 16 ഇൻറ്റു 2, അപ്പോൾ 32ഉം 14ഉം കൂടി എത്രയായി? 46 ആയി. 46. അപ്പോൾ ഇവിടെ 46 എഴുതി. ഇനി ഇതിൻ്റെ നമ്പർ ഓഫ് മോൾസ് എത്രയാണ്? ഗിവൺ മാസ് ബൈ മോളാർ മാസ് ജസ്റ്റ് ഇരട്ടിയാണ് അല്ലേ? 46 ഇൻറ്റു 2 ചെയ്താൽ നമുക്ക് 92 എന്ന് കിട്ടും. അപ്പോൾ 2 മോളാണുള്ളത്. അപ്പോൾ എത്ര മോളിക്യൂൾസ് ഉണ്ട്? 2 ഇൻറ്റു അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ട്. ഓക്കെ, ഇനി 360 ഗ്രാമാണ് അല്ലേ? നമ്മൾ നേരത്തെ കണ്ടുവച്ചിരുന്നു. 180 ആരുടെ മോളാർ മാസ്? ഗ്ലൂക്കോസിൻ്റെ മോളാർ മാസ് 180. ഓക്കെ, അപ്പോൾ ഗിവൺ മാസ് 360, നമ്പർ ഓഫ് മോൾസ് എത്രയാണ്?
360 ഡിവൈഡഡ് ബൈ 180, 180ൻ്റെ ഇരട്ടിയാണ് 360, അല്ലെങ്കിൽ 360ൻ്റെ പകുതിയാണ് 180. അപ്പോൾ എത്രയാണ്? 2 ആണ്. ഇവിടെ അതേപോലെ തന്നെ 2 ഇൻറ്റു അവഗാഡ്രോ നമ്പർ ഓഫ് ഓക്സിജൻ മോളിക്യൂൾസ് ഉണ്ടാവും. എത്ര എടുത്താൽ? 360 ഗ്രാം എടുത്താൽ. ഇനി സോഡിയം ക്ലോറൈഡ് മോളാർ മാസ് 58.5 ആണ്. ഗിവൺ മാസ് 1170 ആണ്. അപ്പോൾ ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ്. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ഡിവിഷൻ അറിയണമെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യുന്നത് വെച്ചാൽ 58.5 ഡെസിമൽ പോയിൻ്റ് കളയാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ പോയിൻറ്റിന് ശേഷം എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് നോക്കാം. എന്നിട്ട് അത്രയും സീറോസ് വരുന്നത് 10 10ൻ്റെ മൾട്ടിപ്പിളാണ്. ഇപ്പോൾ ഒരു പോയിൻ്റ് ശേഷം ഒരു നമ്പർ ആയതുകൊണ്ട് നമ്മൾ ഇൻറ്റു ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? മുകളിലും താഴെയും 10 ഉണ്ട്. അപ്പോൾ 10 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പം ഇവിടെ 11700 എന്നാവും. ഇവിടെ എന്താവും? 5850 എന്നായി. ഇനി പോയിൻ്റ് കഴിഞ്ഞാൽ ഒരു നമ്പറല്ലേ ഇവിടെ ഉള്ളത്. അപ്പോൾ ആ നമ്പർ എവിടെ വരും? ഇവിടെ. അതിനുശേഷം നമുക്ക് ഈ പോയിൻ്റ് 0 ഇട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, അത് ഒഴിവാക്കാം. 585. അപ്പോൾ 585ൻ്റെ ഡബിളാണ് 1170 എന്ന് വരാം. ഓക്കെ, ഇവിടെ നോക്കിക്കോളൂ. ഇൻറ്റു 2 1170 വരും. നമുക്ക് ഇവിടെ ഒരു 0 കൂടി വേണം അല്ലേ? അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഇവിടെ ഒരു 0 ഇട്ടാൽ മതി, 20 ആക്കിയാൽ മതി. നിങ്ങൾ ചെയ്ത് നോക്കിക്കട്ടെ, ഞാൻ എളുപ്പത്തിൽ ചെയ്ത് കാണിച്ചതാണ്. അപ്പം 585 ഇൻറ്റു 20 എത്ര? 111700 വരുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? 20 ആണ്. ഓക്കെ, നമ്പർ ഓഫ് മോൾസ് എത്രയാണ്? 20 മോൾസ് ആണ് വരുന്നത്. അപ്പോൾ 20 മോളിൽ എത്ര നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ടാവും? 20 ഇൻറ്റു അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ടാവും. ഇത് നിങ്ങൾ ഇൻറ്റു ചെയ്ത് കാണിക്കൊന്നും വേണ്ട, ജസ്റ്റ് ഇങ്ങനെ എഴുതി വെച്ചാൽ മതി. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പം ഇതോടെ നമ്മളുടെ മോൾ കോൺസെപ്റ്റിൻ്റെ ഭാഗം കഴിഞ്ഞു. ഇനി എല്ലാവരും തീർച്ചയായിട്ടും നോക്കുക. മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കാം. എല്ലാവരും ലൈക്കും ഷെയറും ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.